എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതിരാവിലെ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയങ്ങൾക്കും മറുപടി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാത്ത ഒരു കൂട്ടരും മറുഭാഗത്തുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, എന്നാൽ അതിന് മറുപടി ഇല്ല എന്നുള്ള കമൻറ്റുകളും ഞാൻ കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ചില പ്രാർത്ഥനകൾക്ക് അത് നമ്മൾ നോട്ട് ചെയ്യണം, ചില പ്രാർത്ഥനകൾക്ക് മാത്രം മറുപടി ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിട്ടും അർദ്ധരാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്നുള്ള ഒരു ആശങ്കയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക. ഒരു 6 കൂട്ടം കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ 6 കൂട്ടം കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ 6 കൂട്ടം കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോളുക, ഇത് കറക്റ്റാണോ എന്ന് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദൈവത്തോട് ചോദിക്കുന്നത്, നമ്മൾ പലതും ചോദിക്കും അല്ലേ. അപ്പോൾ ഈ ചോദിക്കുന്നതെല്ലാം ദൈവം തന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. നമ്മളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചിലത് ചോദിച്ചതൊക്കെ നമ്മൾക്ക് നന്മയ്ക്കായിട്ടുള്ളതല്ല, നമ്മൾ പലപ്പോഴും ദോഷമായിട്ടുള്ള പലതും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിഞ്ഞുകൂടാം, എന്നാൽ അത് ആർക്കറിയാം? നമ്മുടെ ദൈവത്തിനറിയാം അല്ലേ. നമ്മുടെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും അറിയുന്ന നമ്മുടെ ദൈവത്തിനറിയാം ഈ കാര്യം കൊടുത്താൽ ഈ മകളുടെ അല്ലെങ്കിൽ ഈ മകൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം അത് നന്മയ്ക്കായിട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ നന്മയ്ക്കാണെങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്ന കാര്യം ദൈവം നമ്മൾക്ക് തരത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ പറയുക അല്ലേ, പലപ്പോഴും നമ്മൾ പറയും, ഓ എൻ്റെ കർത്താവെ പഠിച്ചു, എനിക്കിത് ഇനി പഠിക്കാൻ പറ്റണില്ല എന്ന് പറയുക, എനിക്ക് വേറെ ഏതെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് ഒരു 2 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം, ഓ എനിക്കിത് പറ്റുന്നില്ല കർത്താവേ, ഞാൻ ഇത് വിട്ടിട്ട് വേറൊരു കോഴ്സിന് പോകാൻ എനിക്കൊന്ന് കൃപ തരണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും ചിലപ്പോൾ ദൈവം കേട്ടില്ല എന്ന് വരും. കാരണം എന്താണ്? നമ്മുടെ 2 വർഷം വേസ്റ്റ് ആകും. ഒന്ന്, ഇനി അടുത്തത് എന്താണ്? അതിലൂടെ ആയിരിക്കും ദൈവം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ കോഴ്സിലൂടെ തന്നെയായിരിക്കും ദൈവം നമ്മൾക്കൊരു വിടുതൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ നന്മയ്ക്കാണ് എന്ന് ദൈവത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മളുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഒന്ന്, ഇനി രണ്ടാമത്തത് നമ്മൾ എന്താണ്, രണ്ടാമത്തത് ലേറ്റ് ആകുന്നത് നമ്മുടെ കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ലേറ്റ് ആകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ അതിന് അത്രമാത്രം വാല്യൂ ഉണ്ടാകത്തില്ല, അത് കുറച്ചുകൂടെ കഴിഞ്ഞാലേ ആ ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ലേറ്റ് ആകുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ചിലതൊക്കെ ലേറ്റ് ആകുന്നതും നമ്മൾക്ക് കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ആ നന്മ നമ്മളുടെ കയ്യിലോട്ട് വരേണ്ട സമയം ആയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ അല്ല അതിൻ്റെ ആവശ്യം, നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെ ആവശ്യം കുറേ കൂടെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സമയത്ത് മാത്രമേ ദൈവം അത് നമ്മളുടെ കരത്തിലോട്ട് തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ സമയം ആയിട്ടില്ല എങ്കിൽ എന്താണ്? പ്രാർത്ഥനയുടെ മറുപടികൾ ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. ഓക്കെ, ഒറ്റ എക്സാമ്പിൾ അതൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഒരു മകനോ മകളോ നമ്മൾക്കുണ്ട് എന്ന് വിചാരിക്കുക, നമ്മൾ അവരുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ആ മകൾക്ക് അല്ലെങ്കിൽ മകൻ ഒരു തക്ക തുണയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ തക്ക തുണ അല്ലെങ്കിൽ ആ തുണയായിട്ടിരിക്കുന്ന വ്യക്തി, അത് പെണ്ണോ ആണോ മകനോ മകളോ ആരുമാകട്ടെ, അവർ ഒരുങ്ങി വരുന്നിടം വരെ എന്താണ് ഇവിടെ ചിലപ്പോൾ ഈ വിവാഹം ലേറ്റാകും. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ സമയം ആയിട്ടില്ല. അപ്പോൾ സമയം ആകുന്നത് വരെ ഒരുപക്ഷെ നമ്മളുടെ പ്രാർത്ഥനയുടെ മറുപടി നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നാലാമത്തത്, നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മൾക്ക് അർഹതയുള്ളതാണോ എന്നും കൂടെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ എല്ലാം നമ്മൾ ദൈവത്തോട് വേറൊരാളുടെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ ലൈഫ് കണ്ടതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അർഹതയുള്ളതാണോ എന്ന് ചോദിക്കുക. എങ്കിൽ മാത്രമേ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് തന്നെ അറിയാമല്ലേ നമ്മൾ അർഹതയുള്ളതാണോ ചോദിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നിട്ട് അതേ നമ്മുടെ ദൈവത്തോട് ചോദിക്കാവുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ പഠിക്കണം. കാരണം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എപ്പോഴും അങ്ങനെയല്ല, നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം തരും, അങ്ങനെയല്ല. എന്ത് ചോദിച്ചാലും ദൈവം തരത്തില്ല, നമ്മൾക്ക് ആവശ്യമുള്ളതേ ദൈവം തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഇന്നിപ്പോൾ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയും. ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്,
കർത്താവേ എനിക്ക് അംബാനിയാകണം അല്ലെങ്കിൽ എനിക്ക് അദാനിയാകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നടക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ അംബാനിയാക്കിയിട്ടും എന്നെ അദാനിയാക്കിയിട്ടും ദൈവത്തിന് പ്രത്യേകിച്ച് എന്തില്ല, ഗുണമുണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം എന്നെ ആ പ്രാർത്ഥന കേൾക്കത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾക്ക് അർഹതയുള്ള കാര്യങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാം. വചനമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിപ്പിൻ, തക്ക സമയത്ത് അവൻ തന്നെ ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രാർത്ഥനയിൽ പോലും നമ്മൾക്ക് എന്തുണ്ടാകണം, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിൽ പോലും നമ്മൾക്കൊരു ഒരു താഴ്മ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ചുരുക്കം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നമ്മളുടെ നടപ്പ് നേരോടെയാണോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒന്നാമത്തതായിട്ട് പറയേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇത് ഒന്നാമത് പറയാൻ പോയ പലരും സ്കിപ്പ് ചെയ്തു പോകും. കാരണം നമ്മൾക്ക് അത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലല്ലേ. കാരണം അത് പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കത്തില്ല. പലപ്പോഴും നമ്മളുടെ നന്മകളൊക്കെ മുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ലേറ്റ് ആകുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടി ലേറ്റ് ആകുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ അല്ല നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളുടെ നടപ്പും പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും എല്ലാം എന്താണ്, ദൈവസന്നിധിയിൽ നേരോടെ ആണോ എന്ന് നമ്മൾ ശോധന ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എവിടെ ഇരിക്കുവാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുവാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ദൈവവുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ, ആ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കത്തുള്ളൂ. അതല്ലേ പറയുന്നത്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മളുടെ നടപ്പും പ്രവൃത്തികളും നേരോടെയാണോ എന്ന് നമ്മൾ ശോധന ചെയ്യുകയും കൂടെ വേണം അതിൻ്റെ ഇടയ്ക്ക്. എങ്കിൽ മാത്രമേ പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഫൈനലി ആറാമത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ മറുപടി ലഭിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരുപാട് കടഭാരം ഞാനായിട്ട് വരുത്തി വെച്ചതാണ്. എന്ന് വെച്ചാൽ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് വന്നതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച ചില കടങ്ങൾ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കാതെ, എൻ്റെ സിറ്റുവേഷൻസ് നോക്കാതെ, ഞാനിപ്പോൾ എനിക്കൊന്ന് കാനഡയ്ക്ക് പോകണം അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ കുറേ ലോൺ എടുത്തിട്ട് ഞാൻ കാനഡയ്ക്ക് അങ്ങോട്ട് പോയി. അത് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള കാര്യമേ ആയിരിക്കില്ല ചിലപ്പോൾ. അത് എൻ്റെ തന്നിഷ്ടത്തിന് ഞാൻ തിരഞ്ഞെടുത്തതായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ അവിടെ കിടന്നുകൊണ്ട് എത്ര കയ്യും കാലും ഇട്ട് അടിച്ചാലും നമ്മൾക്ക് അവിടെ ഒരു ജയം ഉണ്ടാകാനും പോകുന്നില്ല. രണ്ടാമത് എടുത്ത കടം വീട്ടാൻ നമ്മൾ ഭയങ്കര പാടുപെടേണ്ടി വരും. കാരണം ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പുറകെ ദൈവം വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മളുടെ പുറകെ ദൈവത്തെ വരുത്തുകയല്ല വേണ്ടുന്നത്, ദൈവത്തിൻ്റെ പുറകെയാണ് നമ്മൾ പോകേണ്ടത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം ചോദിച്ചിട്ട്, അത് ഞാൻ എൻ്റെ വീഡിയോകളിലൊക്കെ പറയാറുണ്ടല്ലേ, ദൈവത്തിൻ്റെ ഹിതം ചോദിച്ചിട്ടേ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്ക് IAS ഓഫീസർ ആകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഫൈൻ, നല്ല കാര്യമാണ്. അതിനെന്ത് ചെയ്യണം? ചുമ്മാ കൈയും കെട്ടിയിരുന്നാൽ IAS ഓഫീസർ ആകുമോ? ആകത്തില്ല. എന്താ ചെയ്യേണ്ടത്? പഠിക്കണം അല്ലേ? പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് ആ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാലേ എന്താകത്തുള്ളൂ, നമ്മൾ IAS ഓഫീസറോ IPS ഓഫീസറോ ഒക്കെ ആകത്തുള്ളൂ. അതിനെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ആ കൂട്ടത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് മുന്നേറുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് റിസൾട്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇനി അടുത്തത്, പലരും കുടുങ്ങിപ്പോകുന്ന ഒരു വിഷയമാണ് കടഭാരം, സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തിക ഞെരുക്കം അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാനായിട്ടിടെ, അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതാണ്. ഒത്തിരി നാളായാലും മോളുടെ വിവരമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് മിനിസ്ട്രിയൊക്കെ തുടങ്ങി മിനിസ്ട്രിയുടെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ, കാരണം അദ്ദേഹം എന്നോട് പോലും ഒക്കെ ആലോചന പറഞ്ഞിട്ടുണ്ട്, എന്നെ അറിയുപോലും ഇല്ലാതെ അദ്ദേഹം ഞാൻ എങ്ങനെ വിശ്വാസത്തിലേക്ക് ദൈവം എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ എന്നോട് പോലും ഇങ്ങോട്ട് ആലോചന പറഞ്ഞ ഒരു ദേവദാസനായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ശക്തമായ പ്രവചനദൂതുമായിട്ട് ശുശ്രൂഷയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദേവദാസനായിരുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്നറിയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പൈസയുടെ ബുദ്ധിമുട്ടല്ല, അദ്ദേഹം കടഭാരത്തിനകത്തോട്ടായിപ്പോയി. കടഭാരത്തിനകത്തോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ ലെവലൊക്കെ കുറഞ്ഞുപോയി. മിനിസ്ട്രിയുടെ ലെവൽ കുറഞ്ഞുപോയി എന്ന് മാത്രമല്ല, നമ്മൾക്കറിയാം നമ്മൾ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാൻ ഒത്തിരി ആൾക്കാരൊന്നും കാണത്തില്ല. നമ്മുടെ ആശാരി ഉപദേശി പണ്ട് പറഞ്ഞതുപോലെ, ആശാരി വീണതെല്ലാവരും അറിഞ്ഞു, എഴുന്നേറ്റത് ആരും അറിഞ്ഞില്ല ഇടേന്ന് പുള്ളി ഏതോ പ്രസംഗത്തിൽ ചോദിച്ചുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ നല്ല സമയങ്ങളെ ആഘോഷിക്കാൻ ആരും ഉണ്ടാകത്തില്ല, എന്നാൽ നമ്മളുടെ വീഴ്ചകളെ ആഘോഷിക്കാൻ ആരും ഉണ്ടാകും.
ഒത്തിരി പേരുണ്ടാകും, അത് മാത്രം നോക്കി നടക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ ഈ ദേവദാസൻ്റെ ജീവിതത്തിലും പുള്ളിക്ക് പിന്നെ ഒരുപാട് കടഭാരങ്ങളൊക്കെ വന്നു. ഈ കടഭാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളീനെക്കുറിച്ച് പിന്നെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ആ ദേവദാസനെ പുള്ളിയുടെ ലൈഫിൽ ഒത്തിരി കടഭാരവും കടവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ മിനിസ്ട്രിയെ പോലും തരം താഴ്ത്തി കളയുവാനായിട്ട് ഇടയായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ആ ദേവദാസൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ സാമ്പത്തികത്തിൽ എപ്പോഴും ഒരു സാമ്പത്തിക അച്ചടക്കം, ദൈവവുമായിട്ടൊരു അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സൂക്ഷിച്ചാലേ സാമ്പത്തികത്തിൻ്റെ ആ ഒരു ലെവല് നമ്മൾക്ക് ഉയർത്തുവാനായിട്ട് പറ്റത്തുള്ളൂ എന്നിങ്ങനെ ഞങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇങ്ങനെ എന്തോ സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറയുവാനായിട്ട് ഇടയായി. അത് തന്നെ എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഈ കടഭാരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് മിക്കതും, അല്ലേ? മിക്ക കടങ്ങളും നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ആ കടത്തിൻ്റെ മേലെ കടം കൂട്ടുവാനല്ല, അത് കുറയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും പിശുക്കി ജീവിച്ച് നമ്മൾ ആ കടങ്ങൾ വീട്ടുവാൻ നമ്മൾ തയ്യാറെടുത്ത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയുമ്പോൾ, നമ്മളുടെ ആ ഒരു മനസ്സിനെ, ആ കടം വീട്ടാനുള്ള നമ്മളുടെ ആ ഒരു മനസ്സിനെ, നമ്മളുടെ ആ ഒരു കഠിനാധ്വാനത്തെ ആര് കാണും? നമ്മളുടെ ദൈവം വീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ദൈവം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അടുപ്പിച്ച് തരും. എന്ന് വെച്ചാൽ നമ്മളുടെ കടങ്ങൾ വീട്ടി നമ്മൾക്കൊരു സ്മൂത്തായിട്ടുള്ളൊരു ലൈഫ് നയിക്കുവാനുള്ളൊരു സാഹചര്യം ദൈവമായിട്ട് നമ്മൾക്ക് ഒരുക്കി തരും. അതേസമയം ഞാൻ ഈ കടഭാരത്തിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ട് ഞാൻ അതിൻ്റെ മീതെ വീണ്ടും കടം ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് കടഭാരങ്ങളുണ്ട് എങ്കിലും നമ്മൾ ജീവിത ചെലവുകൾ ചുരുക്കി വളരെ എന്താ പറയുക, പിശുക്കോടെ ജീവിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കടങ്ങൾ വീട്ടുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, എന്ന് വെച്ചാൽ എല്ലാവരും പോകുന്നത് പോലെ പോകാതെ, എല്ലാവരും കഴിക്കുന്നത് പോലെ കഴിക്കാതെ, അത്യാവശ്യം ഭക്ഷണം നമ്മൾ കഴിക്കണം. പക്ഷേ ഒരു കറി കൊണ്ടൊക്കെ നമ്മൾക്ക് ചോറ് കഴിക്കാൻ പറ്റും, അല്ലേ? പറ്റും, ഒരു കുഴപ്പമില്ല, പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, ഇനി ഡ്രസ്സുകളൊക്കെ മേടിക്കുമ്പോൾ തീരെ ഇല്ല എന്ന് തോന്നുമ്പോൾ ചെറിയ പൈസയുടെ ഡ്രസ്സുകളൊക്കെ മേടിക്കുവാൻ ഒക്കെ നമ്മൾ ശ്രമിക്കുക. പിന്നെ വാഹനങ്ങളുണ്ടെങ്കിൽ നമ്മൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എങ്കിൽ നടന്നു പോകുവാൻ ശ്രമിക്കുക. അത് നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്, അല്ലേ? നടന്നു പോകുവാനായിട്ട് ശ്രമിക്കുക. ഇനിയും എന്താ പറയുക, ഒരു ബൈക്കിന് പോകേണ്ട ആവശ്യമേ ഉള്ളൂവെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകാതെ ബൈക്കിന് പോകുവാനായിട്ട് ശ്രമിക്കുക. ഇനി ഇത് രണ്ടിനും പോകാതെ ബസ്സിന് പോകാൻ പറ്റുന്നതാണെങ്കിൽ ബസ്സിന് പോകുക. കാരണം അത്ര ഒരു 10 രൂപയുടെ പോയിൻ്റേ ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് ബസ്സിന് പോകുവാനായിട്ട് പറ്റും, അല്ലേ? നടക്കേണ്ടത് നടന്നു പോകുക. ഇങ്ങനത്തെ ജീവിതത്തിലും ചില ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മൾ ചില പിശുക്കുകളൊക്കെ ജീവിതത്തിൽ വരുത്തി കടഭാരം എന്താ പറയുക കുറയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ ഒരു കരുണയും ആ ഒരു സഹായവും നമ്മളുടെ മേൽ ഇറങ്ങി വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും കടം മേടിക്കുന്നവർ കുടുങ്ങിപ്പോകുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മൾ ഒരു കടം വീട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ ശ്രമിക്കാതെ അടുത്ത ആളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് മറിക്കും. ഈ മറിക്കൽ ബിസിനസ്സുകാരൊക്കെ പൊട്ടിപ്പോകുന്നത് അങ്ങനെയാണ്, അല്ലേ? കടം മേടിച്ച് മറിക്കും. അവിടുന്ന് മേടിക്കും, ഇവിടുന്ന് മേടിക്കും. ഇവിടുത്തെ കടം വീട്ടാൻ അവിടുന്ന് ലോൺ, അവിടുത്തെ കടം വീട്ടാൻ ഇപ്പുറത്തുനിന്ന് ലോൺ. അങ്ങനെ ഈ വലിയ ബിസിനസ്സുകാർ പോലും വീണ് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. ഒരു കടമുണ്ട് എങ്കിൽ മാക്സിമം കടം വരുത്താതെ നോക്കുക. കടം വന്നു പോയാൽ അത് വീട്ടി കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തിനും പോകാവുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ദൈവം നമ്മൾക്ക് എന്താ തന്നിരിക്കുന്നത്? ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാനാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ കണ്ണു അടച്ചിരുന്ന് ചുമ്മാ എപ്പോഴും പ്രാർത്ഥന അതൊക്കെ വേണം. പക്ഷേ ചെയ്യാനുള്ള നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. ഇതുപോലെ തന്നെയാണ് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത ചെലവുകൾ ചുരുക്കി നമ്മൾ സേവിങ്സ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ഈ ലോകത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും നമ്മൾക്ക് അതൊക്കെ ആവശ്യമുള്ളത്. അതിനാണ് ദൈവം നമ്മൾക്ക് ബുദ്ധി തന്നിരിക്കുന്നത്, അല്ലേ? ദൈവം നമ്മൾക്ക് വിവേകം തന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് കൂടെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ലഭിക്കത്തുള്ളൂ? നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും സഹായവും ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? മൂന്നാമത്തതാണ് സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനകത്ത് ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞു തരാം. പലരും പറയുന്നതാണ്, അല്ലേ? പലരും പറയുന്നൊരു പ്രാർത്ഥനാ വിഷയം, എനിക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, വീടും സ്ഥലമുണ്ട്, അതൊന്ന് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, അത് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. വിൽപ്പന നടക്കുന്നില്ല എന്ന് പറയും. അതിനകത്ത് ചിലപ്പോൾ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കാരണം ചിലപ്പോൾ എന്താണെന്നറിയാമോ? നമ്മൾ ഇന്നിപ്പോൾ ഒരു സ്ഥലം ഒരു 35 ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ പ്ലാൻ ഇട്ടു എന്ന് വിചാരിച്ചു. അത് ചിലപ്പോൾ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് ചിലപ്പോൾ വില കൂടുമായിരിക്കും.
നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കാരണം പൊക്കത്തിലിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ അതറിയാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡിലേ ആകുന്നത്. എന്ന് വെച്ചാൽ 35 ലക്ഷത്തിന് വിൽക്കേണ്ടത് ചിലപ്പോൾ നമ്മൾക്ക് 50 ലക്ഷത്തിന് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽക്കുവാനുള്ളൊരു സാഹചര്യം മുൻപിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആകുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരൊറ്റ റീസൺ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാം ദൈവത്തോട് ചോദിക്കുന്നത്. കാരണം എന്താണെന്നറിയുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ നമ്മളുടെ ഇന്നും അല്ലേ, ഇന്നും നാളെയും ഒക്കെ എന്താണ് സംഭവിക്കുന്നതെന്നും നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതെല്ലാം അറിയുന്നത് ആർക്കാ? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ തയ്യാറായാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല അല്ലേ. നമ്മുടെ ശൗൽ രാജാവ് വീണുപോയത് എവിടെയാണ്? പ്രവാചകൻ വരാൻ, ശമൂവേൽ പ്രവാചകൻ വരാൻ ലേറ്റായി അല്ലേ. പുള്ളി വരുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല. പുള്ളി തന്നെ അങ്ങ് ഹോമയാഗമൊക്കെ അർപ്പിക്കാനായിട്ട് പോയി. അതാണ് പുള്ളിയുടെ വീഴ്ചയുടെ ആദ്യത്തെ പടവ് അല്ലേ. പുള്ളി ആദ്യം വീണു പോയത് അവിടെയായിരുന്നു അല്ലേ. ദൈവത്തിൻ്റെ ആലോചന തെറ്റിച്ച് മുൻപോട്ട് പോയി. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുക. ചിലപ്പോൾ ആൻസർ ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടണമെന്നില്ല, നാളെ തന്നെ കിട്ടണമെന്നില്ല, മറ്റന്നാൾ കിട്ടണമെന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളുടെ ദൈവം നമ്മളെ ക്ഷമയും കൂടെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ മറുപടി കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമെങ്കിലുമൊക്കെ നമ്മളൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനകൾക്കൊക്കെ സഡൻലി മറുപടി ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.